രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്ന താമരശ്ശേരി തലശ്ശേരി ബിഷപ്പുമാരുടെ നിലപാട് തള്ളി പാലാ രൂപത അധ്യക്ഷൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് എവിടെയെങ്കിലും എത്തിച്ചേരാമെന്ന് കത്തോലിക്ക സഭ ചിന്തിക്കുന്നില്ലെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. ഒന്നിച്ചു നിന്നാൽ രാഷ്ട്രീയക്കാർ നമ്മളെ തേടിയെത്തുമെന്നും വിഭജിക്കപ്പെട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് ആരും കരുതേണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു. സഭയ്ക്ക് എന്തിന് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതാണ് ചോദ്യം. ക്രിസ്ത്യൻ കൗൺസിൽ നേതാവ് കെന്നഡി കരിമ്പുങ്കാലയാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ കെന്നഡി കരിമ്പുങ്കാല, സ്വാഗതം. ന്യൂസ് പ്ലസിൽ അതിഥിയായെത്തിയതിന് നന്ദി. ഇപ്പോൾ കേരള കോൺഗ്രസ് CPIM BJP ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ സഭയുടെ അംഗങ്ങളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ നേതാക്കളായിട്ടുണ്ട്. എന്തിനാണ് സഭയ്ക്കൊരു രാഷ്ട്രീയ പാർട്ടി? ഓക്കെ, അദ്ദേഹത്തിലേക്ക് നമുക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം. ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് താമരശ്ശേരി തലശ്ശേരി രൂപത അധ്യക്ഷന്മാരാണ്. മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലും ബിഷപ്പ് പ്ലാംപ്ലാനി പിതാവുമാണ്. അവർ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ രൂപീകരിക്കപ്പെട്ടാൽ അത് സമ്മർദ്ദശക്തിയായി നിൽക്കാനുള്ള സഭയുടെ കപ്പാസിറ്റിയെ, ബാർഗെയിനിങ് കപ്പാസിറ്റിയെ ബാധിക്കുമെന്നുള്ളതാണ് പാലാ ബിഷപ്പായിട്ടുള്ള മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഉൾപ്പെടെ ഒരു അവകാശ പ്രഖ്യാപന സമ്മേളനം എല്ലാം തന്നെ സിറോ മലബാർ സഭ നടത്തുകയും ചെയ്തിരുന്നു. അതിലുൾപ്പെടെ കൃത്യമായ ഈ നിലപാടാണ് അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ആ നിലപാടുകളെ ഇപ്പോൾ പരസ്യമായി തള്ളുകയാണ്. KCBC പാലയിൽ നടത്തിയിട്ടുള്ള KCBC മദ്യവിരുദ്ധ സമിതി പാലയിൽ നടത്തിയിട്ടുള്ള ഒരു യോഗത്തിനിടെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയാണ്. നിലവിൽ ഈ വഖഫ് ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നിയമമായിട്ടുള്ള വഖഫ് ഭേദഗതി ബില്ല് അന്ന് അവതരിപ്പിക്കപ്പെട്ട സമയത്ത് CBICയും KCBCയും എല്ലാം തന്നെ ഇടത് വലത് മുന്നണികൾക്ക് ഒരു തിട്ടൂരം എന്ന നിലയിൽ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ എത്തുമ്പോൾ അനുകൂലിക്കണം എന്നുള്ളതാണ് കേരളത്തിലെ LDFന്റെയും UDFന്റെയും MPമാരോട് ഇവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീട് ആ വിധത്തിലുള്ള നിലപാടല്ല കേരളത്തിലെ UDFും LDFും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഭേദഗതി ബില്ലിനെ എതിർത്താണ് അവർ വോട്ട് ചെയ്തിരുന്നത്. പക്ഷേ ആ വോട്ട് ചെയ്തതിന് ശേഷം വളരെ രൂക്ഷമായ നിലപാടുകളാണ് സഭയുടെ വിവിധ പ്രതിനിധികൾ, വൈദികർ ഉൾപ്പെടെയുള്ള ആളുകൾ, സഭാ വക്താക്കൾ ഉൾപ്പെടെ പരസ്യമായി രംഗത്ത് പറയുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സഭ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനെതിരെ വൈരുദ്ധ്യമുണ്ട്. ശ്രീ കെന്നഡി കരിമ്പുകാല, എൻ്റെ ചോദ്യം ഇതാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ സഭയുടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ നേതാക്കളായി ഉണ്ടല്ലോ. സഭയ്ക്ക് എന്തിനാണ് രാഷ്ട്രീയ പാർട്ടി? നോക്കൂ, ഇതിനകത്ത് മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ, അതായത് നമുക്കറിയാം ഇതിനു മുമ്പും ചില സമുദായങ്ങളൊക്കെ പാർട്ടി ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് NDPയുടെയും SRPയുടെയും ഒക്കെ ചരിത്രം നമുക്കറിയാം. അതൊന്നും ഒരു നല്ല ഒരു പാഠമല്ല നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന ഇതിലേക്ക് തരുന്നത്. മതം ഒരിക്കലും ഡയറക്റ്റ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതൊന്നും ജനാധിപത്യത്തിൽ ഡയറക്റ്റായ അത്ര ഗുണമല്ല എന്ന് തുറന്നു പറയാൻ ഞാൻ മടിക്കുന്നില്ല. പക്ഷേ അത് ഞങ്ങളെപ്പോലുള്ള സമൂഹവും ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ പറയുന്നുള്ളൂ. ഈ നാട്ടിൽ മതത്തിൻ്റെ പേരിട്ട മതത്തിൻ്റെ മാത്രം വോട്ട് മേടിച്ച് ജനാധിപത്യത്തിന് പകരം മതാധിപത്യവും കൊണ്ട് നടക്കുന്ന ഒരു നാട് കൂടിയാണിത്. അപ്പോൾ ആ നാട്ടിൽ ഈ ഇമാതിരി ഒരുപാട് പുരോഗമന ചിന്താഗതി കൊണ്ട് നടന്നാൽ ഒതുക്കപ്പെടും എന്നുള്ളൊരു സത്യം കൂടി നിലനിൽക്കുന്നു. ഇതിനകത്തിപ്പോൾ പിതാക്കന്മാർ പറഞ്ഞതിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇവിടെ അവതാരകൻ ചൂണ്ടിക്കാട്ടുന്നത്. അതിനെ അങ്ങനെ കാണണമെന്നില്ല. കാരണം പലർക്കും പലരുടേതായിട്ടുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. പാംപ്ലാനി പിതാവ് പറഞ്ഞതിനെ പല പിതാവ് എതിർത്തു എന്ന ഒരു വ്യാഖ്യാനമൊന്നും വേണ്ട. പല പിതാവ് കുറച്ചുകൂടി ഒരു പക്വതയോടുകൂടി നമുക്ക് പാർട്ടിയേക്കാൾ നമ്മൾ സംഘടിച്ച് നിന്നാൽ അത് ഗുണം ചെയ്യും എന്ന് പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ് താനും. പാംപ്ലാനി പിതാവ് കുറച്ചുകൂടി അഭിപ്രായം തുറന്നു പറഞ്ഞു. അതുകൊണ്ടുള്ള ഗുണം പെട്ടെന്ന് തന്നെ സമൂഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനെന്താണെന്നറിയാമോ, കുറച്ചുകൂടെ ആവേശം ഉണ്ട് എന്ന് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അതുകൊണ്ടുണ്ടായ മെച്ചം വളരെ ആവേശപൂർവമായ പ്രതികരണമാണ് ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന്. ഞങ്ങളുടെ ഈ ഓരോ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് വളരെ ആവേശകരമായ പ്രതികരണമാണ് പാംപ്ലാനി പിതാവിൻ്റെ അഭിപ്രായത്തോട് കാണുന്നത്. അപ്പോൾ ആളുകൾ സംഘടിക്കണമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ പാർട്ടി എന്ന് പറഞ്ഞതിനകത്താണ്
ഒരു 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 മുൻ അനുഭവം അത് മതം നേരിട്ട് പാർട്ടിയിലേക്ക് വരുന്നത്, ഈ പൊളിറ്റിക്സിലേക്ക് ഇടപെടുന്നത് നന്നല്ല എന്നാണ് മുൻ അനുഭവം. ഞാനതാണ് NDP ഒക്കെ കാര്യം പറഞ്ഞത്. ഇതിൽ NDP-യുടെയും SRP-യുടെയും കാര്യങ്ങളെല്ലാം താങ്കൾ ചൂണ്ടിക്കാട്ടി. ഇതിലൊരു സംശയം എന്താണെന്നറിയോ? സിറോ മലബാർ സഭ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്നതിനെ ഇരിക്കട്ടെ, നിങ്ങളുടെ സഹോദരി സഭകളായിട്ടുള്ള റോമൻ കാത്തലിക് സഭയുടെയോ അല്ലെങ്കിൽ മലങ്കര കത്തോലിക്ക സഭയുടെയോ എങ്കിലും പിന്തുണ നിങ്ങൾക്ക് കിട്ടുമോ? അല്ല, തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുടെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ആലോചനാ ബോഡികളുണ്ട്. ഇപ്പോൾ KCBC എന്ന് പറയുന്നത് കത്തോലിക്ക വിഭാഗങ്ങൾ മുഴുവൻ അടങ്ങുന്നതാണ്. അതുപോലെ CBCയും ഒക്കെ ഉണ്ട് ഇന്ത്യൻ തലത്തിൽ, ദേശീയ തലത്തിൽ. ഇപ്പോൾ ഇതിനകത്തൊക്കെ വ്യവസ്ഥാപിതമായ ആലോചനകൾ നടന്നിട്ട് മാത്രമേ ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യൂ. അല്ലാതെ സഭ ഒരു ദിവസം രണ്ട് അഭിപ്രായം പറഞ്ഞേച്ച് മൂന്നാമത്തെ ദിവസം പാർട്ടി ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു കാര്യത്തിലും അങ്ങനെ സഭ ഇടപെടാറില്ല. ഒരു കാര്യത്തിലും വളരെ ആലോചിച്ച് വളരെ പക്വതയോടുകൂടി ഇത്തരം കാര്യങ്ങളിനകത്ത് തീരുമാനം എടുക്കുകയുള്ളൂ. ഇതൊക്കെ അഭിപ്രായങ്ങൾ മാത്രം എന്നുള്ളത് കണ്ടാൽ മതി. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ആ അഭിപ്രായങ്ങൾക്കെല്ലാം വളരെ ആവേശകരമായ പ്രതികരണമാണ്. കാരണം ഇതിനകത്ത് ചില സീറോ മലബാറിന്റെ കാലം എന്നുള്ള നിലയിൽ ഞാൻ ശ്രീ കെന്നഡി കരിമാല ഒരു കാര്യത്തിൽ ഇടപെടട്ടെ, ഒരൊറ്റ കാര്യം. അതായത് ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് K. സുധാകരനെ മാറ്റുന്നു, അതിന് പകരം ആന്റണിയോ റോജി M. ജോണിനെയോ കോൺഗ്രസിന്റെ KPCC അധ്യക്ഷനായി പരിഗണിക്കുന്നു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കൊടുത്ത പേരുകൾ രണ്ടും ഇതാണ്. അപ്പോൾ കത്തോലിക്ക സഭയെ RC വിഭാഗത്തിൽ, സിറോ മലബാർ വിഭാഗത്തിൽ നിന്ന് ഒരാളെ തന്നെ KPCC അധ്യക്ഷനാക്കാനുള്ള ഒരു ആലോചന നടക്കുന്നുണ്ടെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ വിധത്തിൽ വലിയൊരു നേതൃപദവിയിലേക്കുള്ള ആളുകൾ പോകുമ്പോൾ എന്തിനാണ് സഭയ്ക്ക് വേണ്ടി മാത്രം ഒരു പാർട്ടി? നോക്കൂ, കോൺഗ്രസിന് ഇപ്പോൾ അവതാരകൻ്റെ ആ അഭിപ്രായം ഞാനത് അംഗീകരിക്കുന്നു. കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കാണ് സത്യത്തിൽ ക്രിസ്ത്യാനികൾ. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഈ പല ഇടങ്ങളിൽ നിന്നും ഞങ്ങളുടെ വ്യത്യസ്തമായ പല ഗ്രൂപ്പുകളിൽ നിന്നും സമുദായ നേതൃത്വത്തിൽ നിന്നും ഒക്കെ വരുന്നുണ്ട് ഞങ്ങളെ ഫിക്സഡ് ഡിപ്പോസിറ്റായി കാണണ്ട. ഇനി ഒരു KPCC പ്രസിഡന്റിനെ മാറ്റി ഒരു സീറോ മലബാറുകാരനാക്കിയത് കൊണ്ട് സഭ ഒന്നടങ്കം പഴയതുപോലെ തന്നെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റായി തുടരും എന്ന് തുറന്നു പറയാം കോൺഗ്രസ് പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം പിന്നെ ആരുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിരിക്കും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? കത്തോലിക്ക സഭ ആരുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിരിക്കും? അവതാരകന്റെ ആഗ്രഹം ഞാൻ BJP എന്ന് പറയണമെന്നാണ് എന്നെനിക്കറിയാം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവുമില്ല. താങ്കൾക്ക് പറയണമെങ്കിൽ പറയാം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവുമില്ല. ന്യൂസ് മലയാളത്തിന് അങ്ങനെ ഒരു ആഗ്രഹവുമില്ല. താങ്കൾക്ക് പറയണമെങ്കിൽ പറയാം. നേരിട്ടുള്ള ചോദ്യമാണ്. അല്ല, അതെ, അത്തരം ചില ബന്ധങ്ങൾക്ക് വേണ്ടി അത്തരം ഒരു നല്ല ഒരു ഒറ്റക്കെട്ടായ ഒരു നിലപാടുണ്ടാകുന്നതിനായി BJP ആഗ്രഹിക്കുന്നു എന്നുള്ളത് സത്യം. അവർ അതിനായി കിണഞ്ഞ് പരിശ്രമിക്കുന്നു എന്നുള്ളതും സത്യം. വഖഫിൻ്റെ വിഷയത്തിലടക്കം പല കാര്യങ്ങളിലും, കാരണം ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് വളരെ ജനാധിപത്യപരമായി നീങ്ങുന്നവരാണ്. നമുക്കറിയാമല്ലോ, PC ജോർജിനെ പൂഞ്ഞാർ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ ബൂത്തിൽ പോലും തോൽപ്പിച്ചവരാണ് ക്രിസ്ത്യാനികൾ. അവർക്ക് മതവും മാമോദിസങ്ങളും ഒന്നും അല്ല വിഷയം. അവരുടെ ഒരു നിലപാടെടുക്കുന്നത് ജനാധിപത്യത്തിൽ അല്ല. ക്രിസ്ത്യാനികൾക്ക് അതിനകത്ത് നല്ല പങ്കുണ്ട്. കാരണം ക്രിസ്ത്യൻ ഭൂരിപക്ഷമായി വരുന്ന ബൂത്തുകളിൽ പോലും PC ജോർജ് വളരെ പുറകോട്ട് പോയി. അവിടെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് നാം കാണേണ്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം ആദരണീയനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഓർമ്മ വേണം. നിങ്ങൾ വടക്കോട്ട് നോക്കൂ, കേരളത്തിൻ്റെ വടക്കോട്ട് നോക്കൂ. എങ്ങനെയാ കാര്യങ്ങൾ? മതാധിപത്യത്തിലല്ലേ നീങ്ങുന്നത്? അത് ജനാധിപത്യത്തിന് ഗുണകരമാണോ? വടക്കെന്താണ് പ്രശ്നം? ശ്രീ കെന്നഡി കരിമുങ്ങാല, വടക്കെന്താണ് അതിലൊരു അഭിപ്രായം? മലബാറിൽ എന്താണ് പ്രശ്നം? മലബാറിൽ ക്രിസ്ത്യാനികളില്ലേ? ഏറ്റവും വലിയ ശക്തി കേന്ദ്രമല്ലേ? നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമല്ലേ കോഴിക്കോടിന്റെയും വയനാടിന്റെയും കണ്ണൂരിന്റെ മലയോര മേഖലകളിൽ? എന്താ പ്രശ്നം? അവിടുന്ന് എത്ര MLA മാരുണ്ട് നിങ്ങൾക്ക്? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞുതരാം. ഞാൻ ബിസിനസ് ചെയ്യുന്ന എറണാകുളം ജില്ലയിലാണ്. എൻ്റെ ബിസിനസ്സിനെ ഒറ്റപ്പെടുത്തി എൻ്റെ നിലപാട് കൊണ്ടും എൻ്റെ രാഷ്ട്രീയം കൊണ്ടും ഞാൻ സത്യസന്ധമായി സംസാരിക്കുന്നത് കൊണ്ടും പോപ്പുലർ ഫ്രണ്ടും അവരോട് ചേർന്ന് നിൽക്കുന്നവരും ബിനാമികളെ വെച്ച് നോക്കുമ്പം ഇവരുടെ പേരല്ല മുന്നിൽ നിൽക്കുന്നത്. പരാതി കൊടുക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കുക, ഒറ്റപ്പെടുത്തുക, നമ്മളെ ഈ ഒരു സമൂഹത്തിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ എനിക്ക് പലരെ അറിയാം. കാസയുടെ നേതാവ് കെവിൻ പീറ്ററിനോട് ചോദിക്കൂ,
അദ്ദേഹം ഫോൺ നമ്പർ പോലും ആർക്കും കാസ ഈ കൊടുക്കാൻ സമൂഹത്തിൽ മടിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്? അത്തരം അനുദിനം വർഗീയത സമൂഹത്തിൽ പറയുകയല്ലാതെ കാസ എന്താണ് ചെയ്യുന്നത്? ശ്രീ കെന്നഡി കരിമ്പുങ്കാല, ഓരോ വിഷയത്തിലും മുസ്ലിം സമൂഹത്തിനെ ഒറ്റപ്പെട്ട് കൃത്യമായി ഞാൻ നിർത്തുന്ന കാസ- നിലപാടല്ലേ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? കാസ എന്താണ് ചെയ്യുന്നത്? BJP-യുടെ മൗത്ത് പീസായി പ്രവർത്തിക്കുകയല്ലേ അവർ? നോക്കൂ, ഞാനൊരു കാസ അംഗമല്ല, അതുകൊണ്ട് കാസയുടെ കാര്യങ്ങളിനകത്ത് അഭിപ്രായം പറയാനുള്ള ഒരു ചുമതലയും എനിക്കില്ല. എന്നാൽ പോലും ഞാൻ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. എൻ്റെ ഒരു സഹോദരനാണ് അതിൻ്റെ, കെവിനും ഞാനുമായി നല്ല അടുത്ത ബന്ധവുമാണ്. എൻ്റെ ആ സുഹൃത്ത് പ്രസിഡൻ്റായിരിക്കുന്ന ആ സംഘടന കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ വാചകം വളരെ വാലിഡാണ്. അതായത് കാസ ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നില്ല, വർഗീയതയാണ് കാസയെ ഉണ്ടാക്കിയത്. കൃത്യമല്ലേ? ഇവിടെ ജീവിക്കണമെങ്കിൽ, ഇവിടെ മുന്നോട്ട് പോകണമെങ്കിൽ കാസ പോലുള്ളൊരു സംഘടന ഉണ്ടാക്കിയാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്കെത്തി. അങ്ങനെ എത്തിച്ചിട്ടും മാധ്യമങ്ങൾ പിന്താങ്ങുന്നില്ല. മാധ്യമങ്ങൾ പോട്ടെ, ഇവിടെ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ വോട്ട് മേടിച്ചുകൊണ്ട് പോകുന്നവർ താങ്കൾ എന്താണ് പറയുന്നത്? വർഗീയത കൊണ്ട് മറികടക്കണം എന്നാണ് പറയുന്നത്. താങ്കളുടെ വാദം എടുത്താണ് ഞാൻ പറയുന്നത്. വർഗീയത കൊണ്ട് പിന്താങ്ങണം, അല്ലെങ്കിൽ അതിനെ മറികടക്കണം എന്നാണ് പറയുന്നത്. ഈ നാടിനെ ഏത് വിധത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ ആളുകൾ? താങ്കൾ കാസയിൽ അംഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ്കളോട് ചോദിക്കുന്നില്ല, താങ്കളുടെ സുഹൃത്തായിട്ടുള്ള ആളുകൾ പോലും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ നാടിനെ? ഞാൻ ബഹുമാന്യനായ എൻ്റെ അവതാരകന് ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറയാമോ? ജോസഫ് സാറിൻ്റെ കൈ വെട്ടിയതുപോലെ ആരുടെയെങ്കിലും ഒരു രോമം വെട്ടിയ കേസ് കാസ എവിടെയെങ്കിലും ബോംബ് കേസ് പ്രതിയെ കാണിക്കാവോ? എവിടെയെങ്കിലും മറ്റേ ഗോൾഡിൻ്റെ പ്രതിയെ കാണിക്കാവോ? എവിടെയെങ്കിലും നർക്കോട്ടിക് ജിഹാദ് മാതിരി ഒരു സമാധാനം കാസ നടത്തിയായിട്ട് കാണിക്കാവോ? ഇതിനേക്കാൾ വലിയ വിഷലിപ്തമായ പ്രചാരണമല്ലേ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്? ഇവിടെ കാസിയെ സംബന്ധിച്ച് ജബൽപൂരിൽ ക്രിസ്ത്യൻ വൈദികർ ആക്രമിക്കപ്പെട്ടാൽ അവർക്ക് പ്രശ്നമില്ല. ഛത്തീസ്ഗഡിൽ ഇന്നും കേസെടുത്തിട്ടുണ്ട് ഒരു കന്യാസ്ത്രീക്കെതിരെ, അതിലവർക്ക് പ്രശ്നമില്ല. ഒറീസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ള മിഷണറിയുടെ പേരിൽ അവർക്ക് പ്രശ്നമില്ല. ഇതൊന്നും അവരുടെ പ്രശ്നമേ അല്ല. ഇവിടെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടക്കുകയാണ് കാസ. അവിടെയാണ് ഒരു പ്രശ്നം നിൽക്കുന്നത്. കരിമ്പുങ്കാല, നോക്കൂ, സംഘടിതമായി ഒരു വിഭാഗം ആക്രമിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഞാൻ പറയുന്നതിന്, ഞാൻ ഇപ്പം ജബൽപൂരിലെ വിഷയമോ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ കന്യാസ്ത്രീ ആക്രമിച്ച കേസോ കുറച്ച് കാണുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിവാല്യൂ ചെയ്ത് ഞാൻ പറയുകയല്ല. പക്ഷെ എങ്കിൽ പോലും അതൊക്കെ ഒറ്റപ്പെട്ട അവിടെ ഇവിടെയും നടക്കുമ്പോൾ ഇത് സംഘടിതമായ ആക്രമണമാണ്. നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. ഒന്ന് ഒറ്റപ്പെട്ട ആക്രമണം എന്നുള്ള പ്രതിരോധമൊന്നും നിൽക്കില്ല. ശ്രീ കെന്നഡി കരിമ്പുകാല, ACBCക്കും CBCIക്കും പോലും ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ട് വ്യാപകമായ രീതിയിൽ. ദീപിക എന്താണ് എഴുതിയത് ഇന്നലെ? എന്തിനാണ് ദീപിക അങ്ങനെ എഴുതിയത്? ദീപിക സഭയുടെ മുഖപത്രമല്ലേ? ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചൊഴിയുകയാണ്. ഒറ്റ കാര്യം, അതായത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പോലുള്ള സഭയ്ക്ക് പരിഹരിക്കാനാകാത്ത വലിയ പ്രശ്നങ്ങൾ, സഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. അപ്പോഴും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനാണ് സഭ പോകുന്നത് എന്നൊരു വിമർശനം നിങ്ങളുടെ സഭാ അംഗങ്ങളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അല്ല, എറണാകുളത്ത് തീർച്ചയായിട്ടും ഒരു വലിയ വിഷയം തന്നെയായി സഭ അത് കണക്കാക്കുന്നുണ്ട്. സഭയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന വാസ്തവമാണ്. അതൊരു പ്രത്യേക ഒരു സങ്കീർണമായ ഒരു വിഷയം എറണാകുളത്ത് നിലനിൽക്കുന്നുണ്ട്. അത് താമസം വിന പരിഹരിക്കപ്പെടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ വിഷയം ഒന്നുകൂടി പറയാൻ ഈ അവസരം ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞങ്ങൾക്കോ ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്കോ വിദ്യാഭ്യാസത്തിൽ റിസർവേഷൻ ഇല്ല, തൊഴിലിൽ റിസർവേഷൻ ഇല്ല, ഒരു വിധത്തിലുള്ള ഗ്രാൻഡുകൾ കിട്ടുന്നില്ല. ഞങ്ങൾ കര ഒടുക്കാനുള്ള വെറും ജന്മങ്ങൾ മാത്രം. ആകെ തന്നത് കുറച്ച് ഗമേൽ പറയാം, വെള്ളക്കാടുണ്ടെന്ന്, മണ്ണെണ്ണ പോലും കിട്ടുകയില്ല. ഈ സമൂഹത്തിനെ ഒരുവിധ അവകാശങ്ങളും ഇല്ലാതെ ചവിട്ടിത്തള്ളി. പക്ഷെ സഭ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ നിങ്ങളുടെ സഭയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വൈദികനാണ് എന്നുകൂടി ഓർക്കുകയാണ്. നന്ദി ശ്രീ കെന്നഡി കരിമ്പുങ്കാല ഞങ്ങളോടൊപ്പം ചേർന്നതിന്.